നമ്മൾ ഇന്ന് പോകുന്നതേ കോഴിക്കോട് ജില്ലയിലെ പാളയം മാർക്കറ്റിലെ മാരിയമ്മൻ കോവിലിലേക്കാണ് കേട്ടോ. നവരാത്രി മഹോത്സവം അതിഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മാരിയമ്മൻ കോവിൽ. നവരാത്രി മഹോത്സവത്തെ വരവേറ്റുകൊണ്ട് ക്ഷേത്രവും പരിസരവും അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. മഹിഷാസുരനെ ഭഗവതി വധിച്ചിട്ടുള്ള ദിവസം. അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് നയിക്കുന്ന ഒരു ആഘോഷമാണിത്. 9 രാത്രികളും 10 പകലുകളും കൂടി ചേർന്നുള്ള ആഘോഷം. ഭഗവതി മഹിഷാസുരനെ വധിക്കാൻ 10 ദിവസം തപസ് ചെയ്യുകയും 9-ാം നാൾ പൂർണ്ണ ശക്തി ആർജിച്ച് ശക്തി സ്വരൂപിണിയായി മാറി മഹിഷാസുരനെ വധിച്ച ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത്. മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ പോത്ത് എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഭഗവതിയോ അറിവാണ്, വിവേകമാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മയെ അറിവിലേക്ക് കൊണ്ടുവരുന്ന ദിവസം, അതാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. അങ്ങനെ കോവിലിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ശ്രീ കന്യകാ പരമേശ്വരി ക്ഷേത്രത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതിനും ശേഷം തൊട്ടടുത്തുള്ള തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ 3 ക്ഷേത്രങ്ങളും ഓൾമോസ്റ്റ് അടുത്തടുത്ത് തന്നെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് 3 ക്ഷേത്രങ്ങളിലും കൂടെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു വലിയ കുളം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രിയും കൂടി ആയപ്പോഴത്തേക്കിന് പെട്ടെന്നുണ്ടായ മഴ കാരണം ചെറിയൊരു പണി കിട്ടിയായിരുന്നു. കാരണം കോവിലിൻ്റെ അവിടെയായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3ാമത്തെ അമ്പലത്തിൽ നിന്നും നമുക്ക് ആദ്യത്തെ അമ്പലത്തിലേക്ക് എത്തണമായിരുന്നു. അങ്ങനെ മഴ തുറന്ന് പോവാൻ നേരം കരിമ്പിൻ്റെ ഒരു വൻ ശേഖരം തന്നെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് കരിമ്പൊക്കെ മേടിച്ച് കളയാമെന്ന് വിചാരിച്ചു. കാരണം ഈ പൂജവെപ്പിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ കരിമ്പിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും കോവിലിൻ്റെ അവിടെ എത്തി കുറച്ച് നേരം കൂടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു നമ്മളവിടെ. എന്താ പറയുക, വർണ്ണശബളമായ ഒരു അന്തരീക്ഷം എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.